أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. സൂറത്തുൽ ബഖറയിലെ 50-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ബഖറയിലെ 50-ാമത്തെ ആയത്ത്. നാം അതിലെ തഫ്സീറുൽ ബഗവി നമ്മൾ പരിശോധിച്ചിരുന്നു. ഇനി റാസി നമുക്ക് നോക്കാം. വൈദ് ഫറഖ്നാ ബിക്കുമുൽ ബഹറ, നിങ്ങളെ കൊണ്ട് നാം കടലിനെ നാം പിളർത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക. അങ്ങനെ ഫാൻജൈനാക്കും, നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. അതായത് ബനു ഇസ്രായേലരോട് അല്ലാഹ് പറയണം, നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം, നിങ്ങൾക്ക് കാരണം എന്ത് ചെയ്തു, കടൽ പിളർത്തി തരികയും നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. വ അഗ്റഖ്ന ആല ഫിർഔന വ അൻതും തൻളുറൂൻ, ഫിർഔനിൻ്റെ ജനതയെ നാം മുക്കിക്കൊന്നു, നിങ്ങൾ അവരിലേക്ക് നോക്കുന്നവരായ സ്ഥിതിയിൽ, നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കണം. ആ സ്ഥിതിയിൽ അവരെ നാം മുക്കിക്കൊന്നു. ഹാദ, ഇത് ഹുവൻ നിഅമത്തു സാനിയ, രണ്ടാമത്തെ അനുഗ്രഹമാണ്. അതായത് അള്ളാഹു താല ബനു ഇസ്രായേലിയർക്ക് ചെയ്ത രണ്ടാമത്തെ അനുഗ്രഹമാണ് ഈ പറയുന്നത്. അള്ളാഹ് കൗലുഹു, അള്ളാഹിൻ്റെ കൗലു, ഫറഖ്ന എന്ന് വെച്ചാൽ ഫസൽന ബൈന ബാലിഹു ബാലിൻ, അത് ഒന്നിനെ തൊട്ട് ഒന്നിനെ വേർതിരിച്ചു. ഫറഖ്യ എന്ന് വെച്ചാൽ വേർപിരിക്കാന്ന്, വിട്ടുപിരിച്ചു, കടലുകൾക്കിടയിൽ വിട്ടുപിരിച്ചു. ഹത്താ സാറത്ത് ഫീ മസാലിക്കുലക്കും, അതിൽ നിങ്ങൾക്ക് എന്തുണ്ടായി, അതിൽ വഴികളുണ്ടാകുന്നത് വരെ. അങ്ങനെ നിങ്ങൾക്ക് വഴികളുണ്ടായി ആ കടലിൽ. ഫീഹി മസാലിക്കുലക്കും വ ഖുറൻ ഫറഖ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫറഖ്ന തശ്ദീദ് കൊണ്ട് ബിമാന ഫസ്സൽന, വിട്ടുപിരിച്ചു. യുഖാലു ഫറഖ ബൈന ഷൈഇനി വ ഫറഖ ബൈനൽ അശിയായിന്ന്, കാരണം രണ്ട് വസ്തുക്കളിൽ വിട്ടുപിരിച്ചു എന്ന അർത്ഥത്തിന്. കാരണം ലന്നൽ മസാലിക്ക് കാണുന്നത് ഇസ്നൈ അഷറ അല അദദിൽ അസ്ബാത്തിന, കാരണം വഴികൾ 12 വഴികളുണ്ടായിരുന്നു. ആ ഗോത്രം 12ആണ്. ബനു ഇസ്രായേൽ ഗോത്രങ്ങൾ 12 ഗോത്രങ്ങളുണ്ട്. അപ്പോൾ ആ 12 ഗോത്രത്തിൻ്റെ എണ്ണം കണ്ട് തന്നെ വഴികളും എന്തായി, കടലിൽ വഴികൾ എത്ര ഉണ്ടായി, 12 വഴികളുണ്ടായിരുന്നു. ഫൈൻകുൽത്ത, നീ ചോദിച്ചാൽ മാമാന ബിക്കും, നിങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഫറഖ്ന ബിക്കും, ഇത് ഫറഖ്ന ബിക്കും എന്നല്ലേ പറഞ്ഞത്. കുൽന, നാം പറയും ഫീഹ വജ്ഹാനി, അതിൽ 2 വജ്ഹുണ്ട്. അഹദു, അതിൽ ഒന്നാമത്തേത്, അഹദുഹുമ, രണ്ടിലൊന്ന്, അന്നവും കാനു യസ്ലുക്കൂനഹു വയതഫറഖുൽ മാഉ ഇന്ദ സുലൂക്കിഹിം, അവരതിൽ കടന്നു. വയതഫറഖുൽ മാഉ ഇന്ദ സുലൂക്കിഹിം, അവർ കടന്ന സമയത്ത് വെള്ളം എന്ത് ചെയ്തു, വെള്ളം അങ്ങനെ വിട്ടുപിരിഞ്ഞു. ഫകഅന്നമാ ഫറഖ ബിഹിം, അപ്പോൾ അവരെ കൊണ്ട് വെള്ളം എന്താണ്, പിരിഞ്ഞു എന്നാകാം, വിട്ടുപിരിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ആ നിലക്കാണ്. കമാ യുഫറഖു ബൈന ശൈനി ബിമാ തവസ്സത ബൈനഹുമ, ഏതുപോലെ 2 വസ്തുക്കളുടെ ഇടയിൽ വിട്ടുപിരിക്കപ്പെടും, അത് രണ്ടിൻ്റെ ഇടയിൽ മധ്യമമാകുന്ന ഒന്നുകൊണ്ടിട്ട്, അപ്പോൾ അതുപോലെ വിട്ടുപിരിഞ്ഞു. അപ്പോൾ നിങ്ങളെ കൊണ്ട് വിട്ടുപിരിഞ്ഞു എന്ന് പറഞ്ഞു. അസാനി, രണ്ടാമത്തെ അർത്ഥം എന്താ, ബിക്കും എന്ന് പറയാൻ കാരണം ഫറഖ്നാഹു ബി സബബിക്കുമെന്നാ, നിങ്ങളുടെ കാരണം കൊണ്ട് നാം അതിനെന്ത് ചെയ്തു, വിട്ടുപിരിച്ചു എന്നാ. വബി സബബി ഇഞ്ചായിക്കും, നിങ്ങളെ രക്ഷപ്പെടുത്തേണ്ട കാരണം കൊണ്ട് എന്ന അർത്ഥത്തിനൊക്കെ പറയാം. ഇനി സുമ്മ ഹാവുന അബു ഹാസൻ, പിന്നെ ഇവിടെ പല ചർച്ചകളുണ്ട്. ഏതാൽ ബാഫുൽ അവൽ, ഒന്നാമത്തെ ചർച്ച എന്താ, റുവിയ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഉദ്ധരിക്കപ്പെട്ടു, അന്നഹു താല അള്ളാഹു ലമ്മ അറാദ ഇഗ്റാഖ ഫിർഔന വൽ ഖിബ്തി, കിബിത്തികളെയും ഫിർഔനെയും അള്ളാഹ് മുക്കിക്കൊല്ലാൻ ഉദ്ദേശിച്ചപ്പോൾ, വ ബലഗ ബിഹിമുൽ ഹാലഫി മാലൂമില്ല, അള്ളാഹുവിൻ്റെ ഇൽമിൽ എന്താണ്, അവരുടെ അവസ്ഥ അറിയിച്ചു. എന്താണ്, അന്നഹു ലാ യുമിനു അഹദുമിനും, അവരിൽ നിന്നും ഒരാളും വിശ്വസിക്കൂല എന്ന്. അപ്പോൾ അമറ മൂസ അലൈഹിസ്സലാം, അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം കൽപ്പിച്ചു ബനി ഇസ്രായേലിനോട്, അയ്യസ്തഇറു ഹുലിയൽ ഖിബ്തി, ഖിബ്തികളുടെ ആഭരണങ്ങളെ അവർ വായ്പ വാങ്ങാൻ. വദാലിക്കലി ഖറലൈനി, അങ്ങനെ വായ്പ വാങ്ങാനുള്ള കാരണം 2 ആവശ്യമുണ്ട്. എന്താ, അഹദുഹുമ, രണ്ടിലൊന്ന്, ലി യഖ്റുജു ഹൽഫും ലി അജലിൽ മാലി, ആ ഖിബ്തികൾ ഈ ബനു ഇസ്രായേലിൻ്റെ പിറകെ വരാൻ വേണ്ടി, മുതലിൻ്റെ കാരണത്തിന് വേണ്ടി, അപ്പോൾ ഇവരെ പിന്തുടർന്ന് വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തേത്. വസാനി, രണ്ടാമത്തെ കാരണം, അൻ തബക്ക അംവാലും ഫി ഐദീഹിം, അവരുടെ മുതലുകൾ അവരുടെ കൈകളിൽ ബാക്കിയാകാൻ വേണ്ടി, അവരുടെ സമ്പത്ത് ബനു ഇസ്രായേലിയരുടെ കയ്യിൽ തന്നെ ബാക്കിയാകാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ എന്തായത്, അവർ ഖിബ്തികളിൽ നിന്ന് ആഭരണം വായ്പ വാങ്ങിയത്. രണ്ട് സുമ്മ നസല ജിബ്രീൽ അലൈഹി സ്വലാം ബിൽ അഷി, പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാം
എന്ത് ചെയ്തു? വൈകുന്നേരം ഇറങ്ങി. വക്കാലലി മൂസാ നബിയോട് പറഞ്ഞു, അഖ്രിജ് കൗമക ലൈല, രാത്രി അങ്ങയുടെ ജനതയുമായിട്ട് പുറപ്പെടുക. രാത്രി അങ്ങ് എന്ത് ചെയ്യുക? ഫിറൗനിൻ്റെ ജനതയിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടുക അങ്ങയുടെ ജനതയുമായിട്ട്. വഹുൽ മുറാദ് മിൻ കൗലി, അതാണ് അള്ളാഹിൻ്റെ കൗലിനുള്ള മുറാദ്. വഹൈന ഇലാ മൂസ അൻ അസ്രി ബി ഇബാദി, കണ്ട, നാം മൂസാ നബിയിലേക്ക് വഹി അറിയിച്ചു, അൻ അസ്രി ബി ഇബാദി, എൻ്റെ അടിമകളുമായിട്ട് അങ്ങ് യാത്ര പോകാൻ, രാത്രി യാത്ര പോകാൻ, ഇസ്രാ എന്ന് പറയാം അല്ലേ. വകാനു സിത്തമിയത്തി അൽഫിൻ, അവർ 6 ലക്ഷം ഉണ്ടായിരുന്നു. കാരണം ലിയന്നഹും കാനു ഇസ്നാശറ സിബത്തൻ, കാരണം അവർ 12 ഗോത്രങ്ങളായിരുന്നു ബനു ഇസ്രായേൽ. കുല്ലു സിബത്തിൻ ഹംസൂന അൽഫൻ, ഓരോ ഗോത്രവും 50,000 പേരുണ്ട്. അപ്പോൾ എത്രയായി? 12 ആകുമ്പോൾ 6 ലക്ഷമായില്ലേ. ഫലമ്മാ ഖറജ മൂസ അലൈഹി സ്വലാമി ബനി ഇസ്രായേല, അങ്ങനെ ബനു ഇസ്രായേലുമായിട്ട് മൂസാ നബി പുറപ്പെട്ടപ്പോൾ ബലഗദാലിക ഫിറഔന, ആ വിഷയം, ആ സംഭവം ഫിറൗനെത്തി. ഫഖാൽ, അപ്പം അവൻ പറഞ്ഞു, ലാ തത്തബിഊഹും, നിങ്ങൾ അവരെ പിൻപറ്റരുത്, ഹത്താ യസീഹൽ ദീഖു, കോഴി കൂവുന്നത് വരെ നിങ്ങൾ അവനെ പിൻപറ്റരുത്. കാല റാവി പറയാണ്, ഫവല്ലാഹി മാ സാലൈലത്തഹു ദീഖൻ, അള്ളാഹനെ തന്നെ സത്യം, ആ രാത്രി കോഴി കൂവിയില്ല. ഫലം മാസ്ബഹു, അങ്ങനെ അവർ പ്രഭാതമായപ്പോൾ ദആ ഫിർഔൻ, അങ്ങനെ പ്രഭാതമായി, ആ രാത്രി കോഴി കൂവിയില്ല. അപ്പോൾ പ്രഭാതമായപ്പോൾ ദആ ഫിർഔൻ ബി ഷാത്തിൻ, ഫിർഔൻ ഒരു ആടിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഫദുബിഹത്ത്, അതിനെ അറുക്കപ്പെട്ടു. സുമ്മ കാല, പിന്നെ അവൻ പറഞ്ഞു, ലാ അഫ്റുഗു മിൻ തനാബുലി കബിദി ഹാദി ഷാത്തി, ഈ ആടിൻ്റെ കരൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാകൂല. ഹത്തായ ജിത്തമിയ സിത്തുമിയത്ത് അൽഫി മിനൽ ഖിബിത്തി, ഖിബിത്തികളിൽ നിന്ന് 6 ലക്ഷം പേർ എന്നിലേക്ക് ഒരുമിച്ച് കൂടുന്നത് വരെ, 6 ലക്ഷം പേർ എന്നിലേക്ക് ഒരുമിച്ച് കൂടണമെന്ന് പറഞ്ഞു. സിത്തുമിയത്ത് അൽഫ്. വക്കാല ഖത്താദ പറയാണ്, ഇജ്തമ ഇലൈഹി അൽഫു അൽഫിൻ വമിയത്ത അൽഫിൻ നഫ്സിൻ, കണ്ട, ഇജ്തമ ഇലൈഹി അൽഫു അൽഫിൻ, 1000 10 ലക്ഷം പേർ ഒരുമിച്ച് കൂടി. വമിയത്ത അൽഫിൻ 12 ലക്ഷം പേര്. കുല്ലു വാഹിദിൻ മിൻഹും അലാ ഫറസിൻ ഹിസാൻ, ഓരോരുത്തരും ഹിസാനായ ഫറസിൻ്റെ മേലാണ്. ഹിസാനായ ഫറസ് എന്ന് വെച്ചാൽ എന്താ? ഹിസാൻ എന്ന് പറഞ്ഞാൽ ആൺകുതിര ഒക്കെ പറയാം അല്ലേ. ഫതബിഊഹും നഹാറൻ, അങ്ങനെ എന്ത് ചെയ്തു? അവർ 12 ലക്ഷം പേരായപ്പോൾ അല്ലേ, അവരെല്ലാവരും കൂടി പകലിൽ അവരെ പിന്തുടർന്നു. വഹുവ ഖൗലുഹു തആല, അത് അല്ലാഹുവിൻ്റെ ഖൗലാണ്. ഫതബഊഹും മുശ്രികീന, അതായത് അപ്പോൾ അവർ അവരെ പിന്തുടർന്നു, ബനു ഇസ്രായേലിലെ കിബിത്തികൾ പിന്തുടർന്നു. ബഅദ തുലൂഇ ശംസി, സൂര്യൻ ഉദിച്ച ശേഷം, അതിനുശേഷമാണ് അവർ പിന്തുടർന്നത്. ഫലമ്മാ തറ അൽ ജംആനി ഖാല, അങ്ങനെ 2 കൂട്ടരും കണ്ടുമുട്ടിയപ്പോൾ ഖാല അസ്ഹാബു മൂസാ നബിയുടെ ജനത പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, ഞങ്ങൾ എത്തിക്കപ്പെട്ടു, ഞങ്ങൾ ശത്രുക്കളെ എത്തിക്കപ്പെട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഖാല മൂസ, അപ്പോൾ മൂസാ നബി പറഞ്ഞെന്താ പറയുക? കല്ല, കാര്യം അങ്ങനെയല്ല. ഇന്ന മഅയ്യ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവൻ നമുക്ക് വഴി കാണിക്കുമെന്ന് മൂസാ നബി പറഞ്ഞു. അങ്ങനെ ഫലമ്മാ സാറബിഹി മൂസ, അപ്പോൾ ചരിത്രം പറഞ്ഞു. ഫലമ്മാ സാറബിഹി മൂസാ നബി അലൈഹി സ്വലാം അവരെയുമായി സഞ്ചരിച്ച് അങ്ങനെ വാത്തൽ ബഹ്റ, കടലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഖാല യൂശ നബി പറഞ്ഞു, അതായത് മൂസാ നബിക്ക് ശേഷം പിന്തുടർന്ന് വരുന്ന ആളാണ്, അടുത്ത പ്രവാചകനായിട്ട് വരുന്ന ആളാണ് യൂശ നബി അലൈഹി സ്വലാം. അപ്പോൾ യൂശ എന്നവർ അദ്ദേഹത്തോട് പറഞ്ഞു, അയിന അമറക്ക റബ്ബുക, അങ്ങയുടെ റബ്ബ് അങ്ങയോട് കൽപ്പിച്ചത് എവിടെയാണ്? എങ്ങോട്ട് പോകാനാണ് അള്ളാഹു അങ്ങേക്ക് വാഗ്ദാനം ചെയ്ത സ്ഥലം? ഫഖാല മൂസ, അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഇലാ അമാമിക, നിൻ്റെ മുന്നിലേക്ക് പോകാം. വാഷാറയിൽ ബഹരി, കടലിലേക്കാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഫഖഹമ യൂഷബിന് നൂൻ, അപ്പോൾ യൂഷബിന് നൂൻ എന്ത് ചെയ്തു? ഫറസൗബിൽ ബഹരി, അദ്ദേഹത്തിൻ്റെ കുതിരയെ കടലിലേക്ക് അദ്ദേഹം എന്ത് ചെയ്തു? ചാടിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നിടിച്ചു, നദിയിൽ പ്രവേശിപ്പിച്ചു എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഫസബഹൽ ബർസ്, അങ്ങനെ എന്ത് ചെയ്തു? ഫകാന എംസി ഫിൽമായി, ആ കുതിര എന്ത് ചെയ്തു? വെള്ളത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. ഹത്താ ബലഗൽ ഖംറ, അതെന്ത് ചെയ്തു? അധിക വെള്ളമുള്ളവർക്കെത്തി, അങ്ങനെ ആഴമുള്ളവർക്കെത്തി. അങ്ങനെ ഫസബഹൽ ഫറസു, അപ്പോൾ എന്ത് ചെയ്തു? ആ കുതിര നീന്തി. വഹു അലൈഹി, യൂഷ എന്നവർ അതിൻ്റെ മേലുണ്ട്. സുമ റജ, പിന്നെ മടങ്ങി വന്നു. വഖാല ലഹു, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു മൂസാ നബിയോട്, യാ മൂസ അയിന അമറക്ക റബ്ബുക, ഓ മൂസാ നബി, അങ്ങയുടെ റബ്ബ് അങ്ങയോട് കൽപ്പിച്ചത് എവിടെയാണ്?
ഫഖാല അപ്പോൾ മൂസാ നബി പറഞ്ഞു അൽ ബഹ്റ കടലാണ്, കടലിലേക്ക് സൂചിപ്പിച്ചു. ഫഖാല വല്ലാഹി മാ കദബ്ത, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യൂസുഫ് നബി പറയണം വല്ലാഹി മാ കദബ്ത, അങ്ങ് കളവ് പറഞ്ഞിട്ടില്ല. ഫഅല ദാലിക സലാസ മറാത്തിൻ, അങ്ങനെ 3 വട്ടം അദ്ദേഹം ചെയ്തു എന്നാ. അങ്ങനെ കടലിലൂടെ നടന്നിട്ട് 3 വട്ടം അങ്ങനെ ചെയ്തു. അപ്പോൾ ഫൗഹല്ലാഹു ഇലൈഹി, അപ്പോഴാണ് അള്ളാഹ് വഹി അറിയിച്ചത് മൂസാ നബിക്ക് അൻ അദ്രിബ് അസ്വാക്കൽ ഹജർ, അങ്ങെന്ത് ചെയ്യുക, അങ്ങയുടെ വടി കൊണ്ട് കടലിനെ അടിക്കുക. അപ്പോൾ ഫം ഫലക, അപ്പോൾ അതെന്ത് ചെയ്തു, അത് പൊട്ടി പിളർന്നു. ഫകാന കുല്ലു ഫിർക്കിൻ, അപ്പോൾ ഓരോ പൊട്ടലുമായി കത്തൗദിൽ അലീം, അപ്പോൾ ഓരോ ഭാഗവും വലിയ പർവ്വതം പോലെയായി. തൗദിൽ അലീം എന്ന് വെച്ചാൽ എന്താ, പർവ്വതം പോലെ, വലിയ പർവ്വതം പോലെ എന്ത് ചെയ്തു, മാറി നിന്നു. പൻഷക്കൽ ബഹ്റീസിനെ അഷ്റാ ജബലൻ, ആ ശരി, ആ കടൽ പൊട്ടിപ്പിളർന്നു. എത്ര, ഇസ്നൈ അഷ്റാ ജബലൻ, 12 മലയായിട്ട്. ഫീക്കുല്ലി വാഹിദ് മിൻഹാ ത്വരീഖൻ, അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെ ഉള്ളിലൂടെ വഴിയുണ്ടായി. ഫീക്കുല്ലി വാഹിദ് മിൻഹാ ത്വരീഖൻ, അതിൽ ഓരോന്നിലും വഴികളുണ്ടായി. അതായത് യഹൂദി ഗോത്രക്കാർ, ബനു ഇസ്രായേലരാകുന്ന യഹൂദി ഗോത്രക്കാർ 12 ഗോത്രങ്ങളാണ്. അപ്പോൾ 12 ഗോത്രത്തിന് ഓരോരോ വഴി ആ കടലിലൂടെ തന്നെ. ഫഖാല ലഹു, അപ്പോൾ മൂസാ നബി പറഞ്ഞു ഉദ്ഖുൽ ഫകാന ഫീ വാഹിലുൻ, നീ അതിൽ കടക്കുക. ഫകാന ഫീ വാഹിലുൻ, അതിൽ ചെളിയുണ്ടായിരുന്നു, നനവുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, വാഹിലുണ്ട്, അപ്പോൾ കാരണം വെള്ളം പറ്റിയതല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഫഹബത്തി സ്വബ, അപ്പോൾ എന്ത് ചെയ്തു, കാറ്റടിച്ച് വീശി, കിഴക്കൻ കാറ്റെന്ന് പറയാം സ്വബ. ഫജഫൽ ബഹർ, അപ്പോൾ കടൽ ഉണങ്ങി, അവർക്ക് പോകാനുള്ള വഴി ഉണങ്ങി. വക്കുല്ലു തരീഖൻ ഫീഹി ഹത്താസാറ തരീഖൻ യാബിസൻ, അപ്പോൾ ആ കടലിലുള്ള ഓരോ വഴികളുമായി അതെന്തായി, ഉണങ്ങിയ വഴി പോലെയായി. കമാ കാലത്ത് അള്ളാഹ് പറഞ്ഞു ഫാദ്രിബ് ലഹും തരീഖൻ ഫിൽ ബഹരി യബ്സാ, അങ്ങ് അവർക്ക് ഉദാഹരിച്ചു കൊടുക്കുക വഴിയെ, ഫിൽ ബഹരിലുള്ള യബസൻ, ഉണ്ടാക്കി കൊടുക്കുക അല്ലേ, യബസൻ വെച്ചാൽ ഉണങ്ങിയതായിട്ട്. ഫഅഖദ കുല്ലു സിബ്തിൻ മിൻഹും ത്വരീഖൻ, കണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഓരോ ഗോത്രക്കാരും ഓരോ വഴിയിൽ, അവരിൽപ്പെട്ട ഓരോ ഗോത്രവും ഓരോ വഴിയിലാണ് കടന്നത്. വദഖലു ഫീഹി, അവരതിൽ കടന്നു. ഫഖാലു ലി മൂസ, അപ്പോൾ അവർ മൂസാ നബിയോട് പറഞ്ഞു ഇന്ന ബാലന ലാ യറാ സാഹിബഹു, ഞങ്ങൾ ചിലരെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഫളറബ മൂസ അസ്വാഹു അലൽ ബഹരി, അപ്പോൾ മൂസാ നബി കടലിൻ്റെ മേൽ വടി കൊണ്ടടിച്ചു. ഫസാറ ബൈന തുർഖി മനാഫിദു, അപ്പോൾ വഴികൾക്കിടയിൽ എന്തായി, ദ്വാരങ്ങളുണ്ടായി. വക്കുക, ദ്വാരങ്ങളുണ്ടായി, പഴുതുകളുണ്ടായി. അപ്പോൾ ഫറ ആ ബാലുംബാൽ, അപ്പോൾ ചിലരെ കണ്ടു. അതായത് ഒരു 12 വഴികളാണല്ലോ, അപ്പോൾ ഓരോ വഴിയിലൂടെ കടക്കുന്ന ആളുകൾക്ക് മറ്റേ വഴിയിലൂടെ പോകുന്നവരെ കാണാൻ കഴിയില്ല. അപ്പോൾ അവർ വിചാരിക്കും മറ്റുള്ളവർ നശിച്ചു പോയിന്ന്. അപ്പോൾ ഒരു പേടിയായി. അപ്പോഴാണ് മൂസാ നബി ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യുക, പരസ്പരം മറ്റു വഴിയിലുള്ളവരെ അടുത്ത വഴിയിലൂടെ പോകുന്നവർക്ക് കാണാൻ കഴിയും. ആ സ്ഥിതിയിലായി. സുമ്മ അത്ബഅഹും ഫിർഔനു, പിന്നെയാണ് ഫിർഔൻ അവരെ പിൻപറ്റുന്നത്. അപ്പോൾ പിന്നെ ഫിർഔൻ ഇവരെ തുടർന്ന് വരെ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫലമ്മ ബലഗ ഷാത്തി അൽ ബഹരി, അങ്ങനെ അവൻ കടൽ തീരത്തെത്തിയപ്പോൾ റആ ഇബ്ലീസ വാഖിഫൻ, ഇബ്ലീസിനെ കണ്ടു നിൽക്കുന്നതായിട്ട്. അപ്പോൾ ഈ കടൽ തീരത്ത് ഇബ്ലീസ് നിൽപ്പുണ്ട്. ഫനഹാവന് ദുഖൂലി, ഇബ്ലീസ് അയാളെ ഫിർഔനെ തടഞ്ഞു, ആ കടലിൽ കടക്കലിനെ തൊട്ട് തടഞ്ഞു. ഫഹമ്മ ബി അൻ ലാ യദ്ഖുല അൽ ബഹ്റ, അപ്പോൾ എന്തായി, നമ്മുടെ ഫിർഔൻ എന്ത് ചെയ്തു, കടലിൽ പ്രവേശിക്കാതിരിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോഴാണ് ഫജാ ജിബ്രീൽ അലൈഹിസ്സലാം അല ഹജ്റത്തിൻ ഫതഖദ്ദമ ഫിർഔന, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു അല ഹജ്റത്തിൻ, ആ പ്രദേശത്തേക്ക് വന്നിട്ട് ഫതഖദ്ദമ ഫിർഔന അണ്ട് ഫിർഔനിൻ്റെ മുന്നേ വന്ന് നിന്നു. അണ്ട് വഹുവ കാനാല ഫഹലിൻ, ഫിർഔനാകട്ടെ വഹുവ കാനാല ഫഹലിൻ ഫതബിയ ഫറസ് ഫിർഔന് വദഖലൽ ബഹ്റ. വഹുവ കാനാല ഫഹലിൻ, അദ്ദേഹം ഒരു ഫഹലിൻ്റെ മേലായിരുന്നു, ഒരു ഒട്ടകത്തിൻ്റെ മേലായിരുന്നു. ഒട്ടകമല്ലല്ലോ, കുതിര. ഫതബിയഹു ഫറസു ഫിർഔൻ, അപ്പോൾ എന്ത് ചെയ്തു, ഫിർഔനിൻ്റെ ആ കുതിര എന്ത് ചെയ്തു, നമ്മുടെ ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ കുതിരയെ പിന്തുടർന്നു. വദഖലൽ ബഹ്റ, അതെന്ത് ചെയ്തു, കടലിൽ കടന്നു.
ഫലമ്മാ ദഖല ഫിർഔൻ വൽ ബഹ്റ, ഫിർഔൻ കടലിൽ പ്രവേശിച്ചപ്പോൾ സാ മീക്കായിൽ ബിഹിം, അവരെ കൊണ്ട് മീക്കായിൽ ശബ്ദം ഉണ്ടാക്കി അട്ടഹസിച്ചു. അൽഹിഖൂ ആഖിറഹും ബി അവലിഹിം, എന്താ അട്ടഹസിച്ചത്? നിങ്ങൾ അവസാനത്തവരും ആദ്യത്തവരോട് കൂടി ചേരുക. അങ്ങനെ ഫലമ്മാ ദഖലുൽ ബഹ്റ, അവർ കടലിൽ പ്രവേശിച്ചപ്പോൾ ബിൽ കുലിയത്തി, മുഴുവനും കടലിൽ കടന്നപ്പോൾ അമറല്ലാഹുൽ മാ, വെള്ളത്തിനോട് അല്ലാഹ് കൽപ്പിച്ചു, ഹത്താ നസല അലൈഹിം, അവരുടെ മേൽ ഇറങ്ങാൻ വേണ്ടി. ഫദാലിക്, അതാണ് കൗലു, അള്ളാഹുവിൻ്റെ കൗല്. വഅഗ്റഖ്നാ ലഫിർഔന വഅൻതും തൻളുറൂൻ, വഅഗ്റഖ്നാ ലഫിർഔന, നാം എന്ത് ചെയ്തു? ഫിർഔനിൻ്റെ ജനതയെ നാം എന്ത് ചെയ്തു? മുക്കിക്കൊന്നു. വഅൻതും തൻളുറൂന, നിങ്ങൾ തന്നെ അതിലേക്ക് നോക്കുന്നവരായ സ്ഥിതിയിൽ എന്നാണ് അപ്പോൾ ചരിത്രം പറഞ്ഞത്. വക്കീല പറയപ്പെട്ടു കാനദാലിക്കൽ യൗമു ആശുറ, കാനദാലിക്കൽ യൗമ ആശുറ, ആ ദിവസം മുഹറം 10 ഫസാമ മൂസ അലൈഹി സ്വലാം ദാലിക്കൽ യൗമ ശുക്രൻ ലില്ലാഹി, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ആ ദിവസത്തെ നോമ്പ് നോറ്റു, അള്ളാഹുവിന് നന്ദിയായിട്ട് ആ ദിവസം നോമ്പ് നോറ്റു. അൽ ബാസുസാനി, രണ്ടാമത്തെ ചർച്ച. അപ്പോൾ ഒന്നാമത്തെ ചർച്ച ഇവിടെ എന്ത് പറഞ്ഞത്? ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ ചർച്ച എന്തായിരുന്നു? അതവിടെ കഴിഞ്ഞല്ലേ. ബാസുൽ അവ്വൽ പറഞ്ഞു. ചില ചർച്ചകളുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞ് രണ്ടാമത്തെ ചർച്ച പറഞ്ഞു. ഏവലം നിറയണം അന്നൽ വാക്കത്തെ, സംഭവം തളമ്മനത്ത് ഞാമൻ ഗസീറത്തൻ ഫി ദീനി വദ്ദുനിയാ, ദുനിയാവിലും ദീനിലുമുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഈ സംഭവം. അമ്മാ നിയാമുദ്ദുനിയാ, ദുനിയാവിലെ അനുഗ്രഹം ഫി ഹക്കി മൂസ അലൈഹി സ്വലാം, മൂസ അലൈഹി സ്വലാമിൻ്റെ ഹക്കിൽ അവകാശത്തിലായിട്ട് ആ മൂസാ നബിക്ക് കിട്ടിയ ദുനിയാവിലെ അനുഗ്രഹം എന്താണ്? അത് ഫഹിയ മിൻ വുജൂഹിൻ, അത് പല വജുഹുകളിലൂടെയാണ്. ഒന്ന് അഹദു, അതിലൊന്ന് അന്നഹും ലമ്മാ വഖൗ ഫി ദാലിക്കൽ മദീക്ക്, അവർ ഈ പ്രയാസത്തിൽ വീണപ്പോൾ, അല്ലദീ മിൻ വറാഇം ഫിർഔൻ, അവരുടെ പിറകിലാകട്ടെ ഫിർഔനുണ്ട്, വ ജുനൂദുഹു, അവൻ്റെ സൈന്യവുമുണ്ട്, വ ഖുദ്ദാമിഹിം അൽ ബഹ്റു, അവിടെ മുന്നിലാണെങ്കിലോ കടലുമാണ്. അങ്ങനത്തെ പ്രയാസമുള്ള സമയത്ത് അവർ സംഭവിച്ചപ്പോൾ, അങ്ങനെ ഫൈൻ തവഫഖു അദ്റക്കഹുമുല്ലദു, അവർ അവിടെ നിന്നാൽ അവരെ ശത്രു അവരെ എത്തിക്കും. വാഹലക്കഹും യശദില്ലദാബി, അവരെ ശക്തിയായി അവരെ നശിപ്പിച്ചു കളയും. വൈൻ സാറു, അവരെ സഞ്ചരിച്ചാലോ ഒരിഖു, അവരെന്ത് ചെയ്തു? മുങ്ങി മരിച്ചു പോകും. അപ്പോൾ ഫലാ ഖൗഫ അലൈഹിം മിൻ ദാലിക്, ഇതിനേക്കാൾ വലിയ പേടിയില്ലല്ലോ. കാരണം മുന്നിലാണെങ്കിൽ കടൽ, പിറകിലാണെങ്കിൽ ശത്രു, വധിക്കാൻ വരുന്ന ശത്രു. അപ്പോൾ അതിനേക്കാൾ വലിയ എന്തില്ല, പേടിയില്ല. അപ്പോൾ സുമ്മ ഇന്നല്ലാ, പിന്നെ അള്ളാഹു നജ്ജാഹും, അവരെ രക്ഷപ്പെടുത്തി, ബി ഫലഖിൽ ബഹരി, ബി ഫൽഖിൽ ബഹരി, കടലിനെ പിളർത്തിക്കൊണ്ട്. അപ്പോൾ ഫല ഫറജാശദ് മിൻ ദാലിക്, അപ്പോൾ ഇതിനേക്കാൾ വലിയ സന്തോഷം ഇല്ലല്ലോ, ശക്തിയായ സന്തോഷം ഇല്ലല്ലോ. അപ്പോൾ ഒന്നാമത്തെ അതാണ്. ഇനി വസാനിഹ, രണ്ടാമത്തെ അനുഗ്രഹം, അന്നല്ലാഹു തആല ഖസ്സഹും ബിയാദി നിഅമത്തുൽ അലീമ, അല്ലാഹു തആല വൽ മുഅ്ജിസത്തുൽ ബാഹിറ, ഈ പ്രത്യക്ഷമായ അമാനുഷിക കാര്യം കൊണ്ടും വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ പ്രത്യേകമാക്കി. അത് വദാലിക്കത് സബബൻ ലിദുഹൂരി കറാമാത്തി മിനല്ലാഹി, അത് അള്ളാഹുവിൻ്റെ മേലുള്ള അവരുടെ ആദരവ് പ്രത്യക്ഷമാകുന്നതിനുള്ള കാരണമാണ്. അപ്പോൾ അവർക്ക് അള്ളാഹ് ആദരിച്ചു എന്നതിന് ഒരു തെളിവായി. ഇനി സാലിസ, മൂന്നാമത്തെ എന്താ? അന്നഹും ഷാഹദു, അവർ കണ്ടു, അന്നല്ലാഹ അഹ്ലക അഅദാഅഹും, അവരുടെ ശത്രുക്കളെ നശിപ്പിക്കുന്നതിനെ അവർ നേരിട്ട് കണ്ടു. മാലൂമിന് അറിയപ്പെട്ടതാണല്ലോ, അനൽ ഖലാസമി മിസ്ലി ഹാദൽ ബാലാമിൻ വാലമിൻ നിഅമി, ഇതുപോലത്തെ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടൽ വലിയ അനുഗ്രഹമാണല്ലോ. അപ്പോൾ കൈഫൈദ അസ്ലമാഹു ദാലിക്കൽ ഇക്റാമുൽ അലീമു വഹിലാക്കുൽ അദ്വി, അപ്പോൾ എങ്ങനെയാണ് അതോടുകൂടി ഈ ആദരവും വലിയ ആദരവും ശത്രുവിനെ നശിപ്പിക്കലും ഉണ്ടായാൽ അപ്പോൾ എങ്ങനെയാണ്, എത്ര വലിയ അനുഗ്രഹമാണ്. ഇനി റാബിഹ, നാലാമത്തേത് എന്താ? ഔറസഹും അർളഹും വദിയാറഹും വനിഅമഹും വഅംവാലഹും, അല്ലാഹു തആല അവർക്ക് അനന്തരം കൊടുത്തു, അവരുടെ ഭൂമിയെ, അവരുടെ വീടുകളെയും അവരുടെ അനുഗ്രഹങ്ങളെ, അവരുടെ മുതലുകളെയൊക്കെ അല്ലാഹ് അവർക്ക് അനന്തരമായി കൊടുത്തല്ലോ. വറാബിഹ വഖാമിസു, അഞ്ചാമത്തേത് അന്നഹു തആല ലമ്മാ അഗ്റഖാല ഫിർഔന ഫഖദ് ഖല്ലസ ബനി ഇസ്രായീൽ, അല്ലാഹു തആല ഫിർഔനിൻ്റെ ജനതയെ മുക്കി നശിപ്പിച്ചപ്പോൾ, ഫഖദ് ഖല്ലസ ബനി ഇസ്രായീല മിൻഹും, അല്ലാഹു തആല അവരിൽ നിന്ന് ബനി ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി. വദാലിക്കത് നിഅമത്തുൻ, അത് വലിയ അനുഗ്രഹമാണ്. കാരണം ലന്നഹു കാന ഖായിഫൻ മിൻഹും, കാരണം അവർ ബനി ഇസ്രായേലർ ഫിർഔനിൽ നിന്ന് പേടിച്ചവരായിരുന്നു. വലൗ അന്നഹു തആല ഖല്ലസ മൂസ വ ഖൗമഹു മിൻ തിൽക്കൽ വർത്തത്തി, അല്ലാഹു തആല മൂസാ നബിയെ അദ്ദേഹത്തിൻ്റെ ജനതയും ഈ വർത്തത്തിൽ നിന്ന്, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ, വമാ അഹ്ലക ഫിർഔന വ ഖൗമഹു, അല്ലാഹു തആല
ഫിർഔനിനെ നശിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഫിർഔനെ നശിപ്പിക്കാതെ ഈ അപകടത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയാൽ ലക്കാനൽ ഖൗഫു ബാഖിയൻ, ആ പേടി ശേഷിക്കുമല്ലോ. മിൻ ഹൈസു ഇന്നഹു റുബ്ബമജ്തമഉ വഹ്താലു ബിഹീലത്തിൻ, ഏത് ഭാഗത്തിലൂടെ ചിലപ്പോൾ അവൻ ഒരുമിച്ച് കൂടിയേക്കാം, അവർ നമ്മുടെ മേൽ ഒരുമിച്ച് കൂടിയേക്കാം, അവർ എന്തെങ്കിലും എന്താണ് തന്ത്രം പ്രയോഗിച്ചേക്കാം എന്ന് പേടിച്ച്. അപ്പോൾ അപ്പോഴും പേടിയുണ്ടാകും. ആ കസദു ഈദാ മൂസ അലൈഹി സ്വലാം കൗമി, അവർ മൂസാ നബി അലൈഹി സ്വലാമിനെയും ജനതയും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചേക്കാം എന്ന ഭാഗത്തിലൂടെ പേടി ശേഷിക്കുന്നുണ്ടല്ലോ. വലാക്കിൻ അല്ലാഹ്, എങ്കിലും അല്ലാഹു തആല ലമാഗറഖഹും, അവരെ മുക്കിക്കൊന്നപ്പോൾ ഫഖദ് ഹസമ മാദത്തൽ ഖൗഫി ബിൽ കുല്ലിയ, അപ്പോൾ എന്ത് ചെയ്തു, പേടി എന്ത് ചെയ്തു, അതിൻ്റെ വേരോടെ തന്നെ മുറിച്ച് കളഞ്ഞു. പേടിയുടെ മാദ തന്നെ മുഴുവനുമായിട്ട് അള്ളാഹു മുറിച്ച് കളയുക ചെയ്തു. അപ്പോൾ പേടി തന്നെ തീരെ ഇല്ലാത്ത സ്ഥിതിയിലാക്കി. സാദിസ് കഴിഞ്ഞ് ആറാമത്തെ ഇതെന്താണ് നേട്ടം, അന്ന വഖദാലിക്കൽ ഇഗ്റാഖ് ബിമാ ഹദരി മിൻ ബനി ഇസ്രായീല, ബനു ഇസ്രായേലരുടെ അവർ ഉള്ള സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ എന്തുണ്ടായത്, മുക്കിക്കൊല്ലലുണ്ടായത്. വഹുൽ മുറാദ് മിൻ ഖൗലിഹി, അതാണ് അള്ളാഹിൻ്റെ കൗലിനാലുള്ള ഉദ്ദേശം. വാൻതും തൻളുറു, നിങ്ങൾ തന്നെ നോക്കുന്നവരായ സ്ഥിതിയിൽ കണ്ടാ, അങ്ങനെ പറഞ്ഞു. വമ്മാ നിഅമുദ്ദീനി ഫി ഹക്കി മൂസ അലൈഹി സ്വലാം ഫമിൻ വുജു, ഇനി അവത് ദുനിയാവിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇനി വമാ നിഅമുദ്ദീനി, ദീനിപരമായിട്ട് മതപരമായ അനുഗ്രഹം, മൂസ അലൈഹി സ്വലാമിൻ്റെ ഹക്കിലുള്ള മതപരമായ അനുഗ്രഹം, അത് ഫമിൻ വുജൂൻ, അതും പല വജുകളിലൂടെയാണ്. അഹദു, അതിൽ ഒന്നാമത്തെ എന്താ, അന്ന ഖൗമ മൂസ ലമ്മ ഷഹദു തിൽക്കൽ മുജിദത്തൽ ബാഹിറ, മൂസാ നബി അലൈഹി സ്വലാം ഈ വെളിവായ അനുഗ്രഹത്തെ, വെളിവായ അമാനുഷികാര്യത്തെ കണ്ടപ്പോൾ, നേരിട്ട് കണ്ടപ്പോൾ, സാലത്തൻ ഖുലൂബിഹിം, അവർ കണ്ടപ്പോൾ, മൂസാ നബിയുടെ ജനത ഈ പ്രത്യക്ഷമായ വെളിവായ ഈ അനുഗ്രഹം, ഈ മോചിതത്തിനെ കണ്ടപ്പോൾ, അതായത് ഈ അമാനുഷികതയെ കണ്ടപ്പോൾ, സാലത്തൻ ഖുലൂബിഹിം ശുക്കുക്ക് വശുബാത്ത്, അവരിൽ നിന്ന് അവരുടെ ഹൃദയങ്ങളെ തൊട്ട് എന്ത് ചെയ്തു, സംശയവും തിരിച്ചറിയായ്മയൊക്കെ എന്ത് നീങ്ങിപ്പോയി. കാരണം ഫൈന്ന ദലാലത മിസ്ലി ഹാദൽ മുജ്സി അലാ വുജൂദിസ്സാനി, കാരണം ഇതുപോലത്തെ അനുഗ്രഹത്തിൻ്റെ തെളിവ്, ഇതുപോലത്തെ അനുഗ്രഹത്തിൻ്റെ തെളിവാകുന്നത് സാനി ഉണ്ടെന്നതിൻ്റെ മേലാണ്. ഹക്കീമായ സാനി ഉണ്ട്, ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ മേൽ ഇത് അറിയിക്കുന്നുണ്ടല്ലോ. വലാസദിക്ക് മൂസ അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം സത്യമാണ് പറയുന്നതിൻ്റെ മേലും തെളിവാണത്. അത് തുഖരിബു, അടുപ്പിക്കും മിനൽ ഇൽമി ലറൂറി, ലറൂറിയായ ഇൽമിൽ നിന്ന് അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാനൗതാല, അപ്പോൾ അള്ളാഹ് റഫാൻഹും, അവരെ തൊട്ട് അള്ളാഹ് ഉയർത്തിയതുപോലെയുണ്ട്. തഹമ്മുലൻ നദരി ദഖീഖി വല്ലിസ്തിലാഖി ഷാഖി, ആ നേർമയായ ചിന്ത വഹിക്കലിനെയും പ്രയാസമുള്ള തെളിവെടുക്കലിനെയും വഹിക്കലിനെ തൊട്ട് അള്ളാഹു താല അവരെ ഉയർത്തി. അതായത് അവർക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന തെളിവുകൾ തന്നെയാണ് അള്ളാഹ് കൊടുത്തത്, അല്ല ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള തെളിവുകളല്ല കൊടുത്തത്. അപ്പോൾ അവർ പ്രത്യക്ഷമായി കണ്ടു, ദൈവമുണ്ട്, സൃഷ്ടാവുണ്ടെന്നൊക്കെ അറിയിക്കാൻ പറ്റിയ തെളിവാണല്ലോ അത്. വസാനിഹ, രണ്ടാമത്തേത് അന്നഹും ലമ്മഅയിനു ദാലിക, അവർ അത് നേരിട്ട് കണ്ടപ്പോൾ സാറ ദാഇയൻ ലഹും ഇല സബാത്തി, അപ്പോൾ അതായി ദാഇയൻ, അവരെ പ്രേരിപ്പിക്കുന്നതായി ഇല സബാത്ത് ല തസ്ദിഖി മൂസാ നബി അലൈഹി സ്വലാമിനെ സത്യമാക്കുന്നതിൻ്റെ മേൽ സ്ഥിരമാകുന്നതിലേക്ക് അവരേക്കുള്ള പ്രേരണയായി. വലിൽ ഇൻഖിയാദ് ലഹു, അദ്ദേഹത്തെ അനുസരിക്കാനും. വസാറ ദാലിക ദാഇയൻ ലി ഖൗമി ഫിർഔന ഇലാ തർക്കി തക്ദീബി മൂസ അലൈഹി സ്വലാം, ഇത് എന്ത് ചെയ്തു, പ്രേരിപ്പിച്ചു, ഫിർഔനിൻ്റെ ജനതയെയും പ്രേരിപ്പിച്ചു മൂസാ നബിയെ കളവാക്കുന്നതിനെ ഒഴിവാക്കുന്നതിലേക്ക്. വലിയ ഖിദാമല തക്ദീബി ഫിർഔനെ കളവാക്കുന്നതിലേക്ക്, മുന്നിടുന്നതിലേക്കും ഇത് പ്രേരിപ്പിക്കുന്നുണ്ട്. വസാലിസുഹ, മൂന്നാമത്തേത് അന്നഹും അറഫു, അവരറിഞ്ഞു, അന്നൽ ഉമൂറ ബിയദില്ല, എല്ലാ കാര്യങ്ങളും അള്ളാഹു മുഖേനയാണ്. കാരണം ഫഇന്നഹു ലാ ഇസ്സ ഫി ദുനിയാ അക്മലു മിമ്മാ കാന ഫി ഫിർഔന, ഫഇന്നഹു കാന ലാ ഇസ്സ ഫി ദുനിയാ വൽ ഇസ്സത്തിൽ അക്മല ഇസ്സത്ത് മിമ്മാ കാന ലി ഫിർഔനുള്ള ഒന്നിനേക്കാൾ, വലാ ശിദ്ദത അശദ്ദു മിമ്മാ കാനത് ബനി ഇസ്രായീല, ബനി ഇസ്രായേലിനുണ്ടായിരുന്നതിനേക്കാൾ ശക്തിയായ പ്രയാസവും ഉണ്ടായിരുന്നില്ല. സുമ്മ ഇന്നല്ലാഹു തആല മിൻ ലഹളത്തിൻ വാഹിദ, പിന്നെ അല്ലാഹു തആല ഒറ്റ നിമിഷത്തിൽ തന്നെ ജാലൽ അസീസ ദലീല, ആ യോഗ്യനെ അള്ളാഹ് നിസ്സാരനാക്കി. ദലീല അസീസ, നിസ്സാരൻ അള്ളാഹു യോഗ്യനുമാക്കി. കണ്ട, അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിൻ്റെ എല്ലാ കാര്യവും അള്ളാഹു മുഖേനയാണ് എന്ന് അവരറിയാനുള്ള കാരണമായി.
വദാലിക കാരണം അതെന്താ യൂജിബു ഇൻഖിതാ ഖൽബിൻ അലായിഖി ദുനിയ, അത് നിർബന്ധമാക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെ മുറിയലിനെ, അലായിഖ് ദുനിയാവിൻ്റെ ബന്ധങ്ങളെ തൊട്ട് ഹൃദയം എന്താ ചെയ്യുക, മുറിയലിനെ നിർബന്ധമാക്കും. വല്യഖ്ബാൽ ബിൽ കുല്യത്തി അലാ ഖിദ്മത്തിൽ ഖാലിഖി, മുഴുവനായിട്ടും അള്ളാഹുവിന് സൃഷ്ടാവിന് സേവനം ചെയ്യലിൻ്റെ മേൽ മുന്നിടലിനെയും നിർബന്ധമാക്കും. തവക്കുൽ അലൈഹി ബിൽ ഉമൂരി ഫീ കുല്ലിൽ ഉമൂരി, മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുലേക്ക് പരമേൽപ്പിക്കലിനെയും അത് ഉണ്ടാക്കി തീർക്കും. വമന്യാമുൽ ഹാസരത്തിൽ ഉമ്മത്തി മുഹമ്മദിൻ, അപ്പോൾ സംശയം പറയാം, മുഹമ്മദ് നബിയുടെ സമുദായത്തിനുണ്ടായ അനുഗ്രഹങ്ങൾ മിൻദിക്രി ആദിൽ ഖിസ്സത്തി, ഈ ചരിത്രം പറയലിനാൽ മുഹമ്മദ് നബിക്കുണ്ടാകുന്ന സമുദായത്തിനുണ്ടായ അനുഗ്രഹം എന്തൊക്കെയാണ്? ഇപ്പോൾ കസീറത്തിന് അതൊരുപാടുണ്ട്. ഏതൊക്കെയാണത്? അഹദുഹ, അതിലൊന്നാമത്തേത് അന്നഹുക്കൽ ഹുജ്ജത്തിൽ മുഹമ്മദിൻ, ഇത് മുഹമ്മദ് നബിക്ക് തെളിവാണ് അല അഹ്ലി കിതാബിൻ്റെ മേൽ. കാരണം ലി അന്നഹു കാന മാലൂമ മിൻ ഹാലി മുഹമ്മദിൻ, കാരണം അവർ മാലൂമായിരുന്നു, മുഹമ്മദ് നബിയുടെ അവസ്ഥ അവർക്ക് അറിയാമായിരുന്നു. എന്താ? അന്നഹു കാന ഉമ്മിയൻ, നബി തങ്ങൾ ഉമ്മിയാണ്, എഴുത്തും വായനയും പഠിക്കാത്ത ആളാണ്. ലം യഖ്റ, നബി തങ്ങൾ വായിക്കാറില്ല. വലം യക്തുബ്, എഴുതാറില്ല. വലം യുഖാലിത്ത് അഹ്ലുൽ കിതാബി, നബി തങ്ങൾ വേദപണ്ഡിതന്മാരോട് അവർ ആ സമൂഹവുമായിട്ട് കൂടി കലരാറില്ല, ചേരാത്ത ആളാണ്. അപ്പോൾ അവരോടുകൂടി ഒന്ന് ഇടപഴകാത്ത ആളല്ലേ. അപ്പോൾ ഫൈദ ഔറദ അലൈഹിം മിൻ അഖ്ബാരിഹിമുൽ മുഫസ്സല, അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നാൽ അവരുടെ മേൽ മിൻ അഖ്ബാരിഹിമുൽ മുഫസ്സല, അവരുടെ വിശദമായ അവരുടെ വാർത്തകൾ അവർ കൊണ്ടുവരികയാണെങ്കിൽ മാ ഒന്ന് ലാ യുഅലമു, അതറിയൂല, ഇല്ലാമിൻ കുത്തുബി, കിതാബിൽ നിന്നല്ലാതെ അറിയപ്പെടാത്ത വിശദമായ വാർത്തകൾ കൊണ്ടുവരുമ്പോൾ അലിമൂർ അറിഞ്ഞു അന്നഹു അഖ്ബറൻ വഹി, അദ്ദേഹം അത് പറയുന്നത് വഹി മുഖേനയാണ്. വനോ സാദിഖുൻ, അദ്ദേഹം സത്യമാണ് പറയുന്നത്. ഫസാറദാലിക ഹുജ്ജത്തൻ ലഹു അലൈഹി, അപ്പോൾ അദ്ദേഹത്തിനുള്ള തെളിവാണ് അദ്ദേഹത്തിൻ്റെ മേൽ, അതവർക്ക് തെളിവായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളുടെ മേൽ തെളിവാണ്. ഹുജ്ജത്തൻ ലനാ ഫി തസ്ദീഖി, അപ്പോൾ നമുക്കും തെളിവാണ്, നബിയെ വാസ്തവമാക്കാൻ നമുക്കും തെളിവാണ്. ഇനി സാനിഹ, രണ്ടാമത്തെ എന്താണ്? ഈ മുഹമ്മദ് നബിയുടെ സമുദായത്തിന് ഈ സംഭവമൊക്കെ എങ്ങനെ അനുഗ്രഹമാകുക? രണ്ടാമത്തത് അന്നായിദാ തസവർനാമ ജറാലഹും വാലൈഹിം, നാം കണക്ക് കൂട്ടിയാൽ, നാം തസ്വീറാക്കിയാൽ, മാ ഒന്ന് ജറാലഹും വാലൈഹിം, അവർക്ക് അനുകൂലമായിട്ടും അവർക്ക് എതിരായിട്ടും നടന്ന സംഭവങ്ങളെ മിൻ ഹാദിൽ ഉമൂരിൽ അലീമായി, വലിയ കാര്യങ്ങളാൽ അത് നാം കണക്കാക്കുകയാണെങ്കിൽ അലിമിന നമ്മ അറിയും, നമ്മ അത് രൂപപ്പെടുത്തണേ അറിയാം. എന്താ അറിയുക? അന്നമൻ ഖാലഫല്ലാഹ് ശഖിയ ഫി ദുനിയ വൽ ആഖിറ, അള്ളാഹുവിനോട് എതിരായവൻ അവൻ ശഖിയ ഫി ദുനിയാവിലും അവൻ പരാജിതനാണ്, വൽ ആഖിറത്തി, ആഖിറത്തിലും പരാജിതനാണ്. വമൻ അതഅഹു, ആരെങ്കിലും അള്ളാഹ്ക്ക് വഴിപ്പെട്ടവൻ ഫഖദ് സഅദ ഫി ദുനിയ വൽ ആഖിറ, അവൻ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചു എന്ന് എന്ത് ചെയ്യും? ഇത് അറിയിക്കുന്നുണ്ട്. ഫസാറ ദാലിക, അപ്പോൾ ഇതായി മുറഖിബൻ ലനാ ഫി ത്വാഅത്തി, നമ്മളെ പ്രേരിപ്പിച്ചു വഴിപ്പെടുന്നതിൽ നമ്മളെ ഇത് ആഗ്രഹിപ്പിക്കുന്നുണ്ട്. മുനഫിറൻ അനിൽ മാസിയത്തി, തെറ്റിനെ തൊട്ട് ഒഴിവാകാനും നമ്മളെ ഇത് ആഗ്രഹിപ്പിക്കുന്നുണ്ട്. ബസാലിസ്വാനി, മൂന്നാമത്തെ അനുഗ്രഹം എന്താണ്? അന്ന ഉമ്മത്ത മൂസ അലൈഹിസ്സലാം, മൂസാ നബിയുടെ സമുദായം മാഅന്നഹും ഖുസ്സൂബിയാദിൽ മുജിസാത്തി ലാഹിറത്തി, പ്രത്യക്ഷമായ അനുഗ്രഹങ്ങളെ കൊണ്ട് അവരെ പ്രത്യേകമാക്കപ്പെട്ടതോടൊപ്പം ബൽ ബറാഹിനിൽ ബാഹിറ, അതായത് പ്രത്യക്ഷമായ തെളിവുകളെ കൊണ്ടാണ് അവരെ പ്രത്യേകമാക്കപ്പെട്ടത്. ഫഖദ് ഖാലഫ മൂസ അലൈഹിസ്സലാം, എന്നിട്ടും അവരെന്ത് ചെയ്തു? മൂസാ നബിയോട് എതിരായി ഈ ഉമൂർ, ചില കാര്യങ്ങളിൽ അല്ലേ. കാരണം ഇവർക്ക് നമുക്ക് ആർക്കും കാണാവുന്ന തെളിവുകളാണ് അവർക്ക് കൊടുത്തത്. ഒരുപാട് തെളിവുകൾ കൊടുക്കുന്നുണ്ട്, നേരിട്ട് കാണാൻ പറ്റുന്ന. എന്നിട്ടും എന്ത് ചെയ്തു? ചില കാര്യങ്ങളിൽ അവർ മൂസാ നബിയോട് എതിരായി. ഹത്താ ഖാലൂർ പറഞ്ഞില്ലേ, ഇജ്അൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ, ഓ മൂസാ നബിയെ, ഞങ്ങൾക്കും ഒരു ഇലാഹിനെ തരണം, അവർക്കും ഇലാഹുള്ളതുപോലെ. ആ സംഭവമൊക്കെ പിന്നെ വരും, അറാഫ് സൂറത്തിൻ്റെ അറാഫിൽ വരുന്നുണ്ടത്. അതായത് ഒരു സമുദായത്തിൻ്റെ ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് അവരെന്ത് ചെയ്തു? വേറൊരു ജനവിഭാഗത്തിൻ്റെ അടിയിലൂടെ നടന്നു പോയപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ബിംബങ്ങളെ ആരാധിക്കുന്നത് കണ്ടു. അപ്പോൾ മൂസാ നബിയോട് ഇവർ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ദൈവത്തെ വേണമെന്ന്. അത്രത്തോളം അതാണ് പറഞ്ഞത്. അത്രത്തോളം തെളിവുകൾ കാണിച്ചിട്ടും അവരിൽ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്ന്. വമാ ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ സമുദായം ഫമാ അന്ന മുജത്തഹു ബിൽ ഖുർആനി അല്ലദി ലാ യുറഫു കൗനു മൂജിസൻ ഇല്ലാ ബി ദലായിൽ ദഖീഖത്തി. മുഹമ്മദ് നബിയുടെ ജനതയുടെ സംഭവം എന്താ? അവരുടെ മൂജിസത്ത് ഖുർആനിലുള്ള മൂജിസത്ത്, അവരുടെ മൂജിസത്ത് ഖുർആനാണല്ലോ. അത് അറിയൂല, അത് മൂജിസാണെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം?
അതിന് ദഖീഖായ തെളിവുകളെ കൊണ്ടാണ്, അതായത് നേർമയായ ഭയങ്കര ചിന്തിച്ചാലാണ് അത് മനസ്സിലാവുകയുള്ളൂ. എന്നിട്ട് ഇൻകാദുലി മുഹമ്മദിൻ, അവരെന്ത് ചെയ്തു? മുഹമ്മദ് നബിയുടെ സമുദായം അദ്ദേഹത്തിന് വഴിപ്പെട്ടു. ഒമാ ഖാലഫൂഫി അമ്രിൻ അൽ ബത്ത, തീരെ തന്നെ ഒരു കാര്യത്തിൽ മുഹമ്മദ് നബിയോട് ജനത എതിരായിട്ടില്ല. വഹാദ, അപ്പോൾ ഇത് യദുൽ അറിയിക്കും അല അന്ന ഉമ്മത്ത മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ സമുദായമാണ് അഫ്ളലാകുന്നത്, ഏറ്റവും ശ്രേഷ്ഠം. പിന്നെ ഉമ്മത്തി മൂസ അലൈഹിസ്സലാം, മൂസ നബിയുടെ സമുദായത്തെക്കാൾ ശ്രേഷ്ഠം മുഹമ്മദ് നബിയുടെ സമുദായമാണെന്നത് അറിയിക്കുന്നുണ്ട്. വബക്കിയ അല, ഇനി അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താണ്? വബക്കിയ, ബാക്കിയായി നമ്മൾ പറഞ്ഞു വന്നത് റാസിയല്ലായിരുന്നു. പിന്നെ അവ ബാക്കി അല ആയത്തി സ്വാലാണ്, ഈ ആയത്തിന് 2 ചോദ്യങ്ങൾ ബാക്കിയുണ്ട് കേട്ടോ. അതാണ് അസ്വാലുൽ അവ്വലു, ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? അന്ന ഫൽക്കൽ ബഹരി ഫി ദലാലത്തി അല വുജൂദ് സാനിൽ ഖാദിരി വഫി ദലാലത്തി അല തസ്ലീം മൂസ അക്കൽ അംരി ലറൂരി ഫകൈഫ യജൂസു ഫിഉലു ഫി സമാനി തക്ലീഫ്. ഒന്നാമത്തെ ചോദ്യം, ഈ കടലിനെ എന്ത് ചെയ്യുക, പിളർത്തലും അതൊക്കെ എന്താണ്? അത് തെളിവിൽ സാനി ഉണ്ട് എന്നതിൻ്റെ മേലുള്ള തെളിവിൽ, അതായത് അൽ ഖാദിറ, കഴിവുള്ള ഒരു സൃഷ്ടാവ് ഉണ്ടെന്നതിൻ്റെ മേൽ അറിയിക്കുന്നതിൽ, അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സത്യസന്ധതയിലുള്ള തെളിവിലും, കൽ അമ്രുൽ ലറൂറി, അത് ലറൂറിയായ കാര്യം പോലെയാണല്ലോ, അത് നമുക്ക് ആർക്കും കാണാമല്ലോ. അബഫ കൈഫ ജൂസിഫിലു ഫി സമാനി തക്ലീഫ്, അപ്പോൾ എങ്ങനെയാണ് അതിനെ പ്രവർത്തിക്കൽ, തക്ലീഫിൻ്റെ കാലഘട്ടത്തിൽ അത് ചെയ്യൽ എങ്ങനെ അനുവദനീയമാകുക? അപ്പോൾ തക്ലീഫിൻ്റെ സമയത്ത് കാലഘട്ടത്തിൽ, കാരണം ആർക്ക് കണ്ടാലും വിശ്വസിക്കാമല്ലോ. അപ്പോൾ അതെങ്ങനെ പറ്റുക? ഏത് പൊട്ടന് കണ്ടാലും മൂസാ നബി സത്യമാണ് പറയുന്നത്, ഒരു സൃഷ്ടാവ് ഉണ്ടെന്നതിനെ മേൽ അറിയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സംഭവമൊക്കെ എങ്ങനെ അനുവദനീയമാകുക എന്ന് ചോദിച്ചാൽ, വൽ ജവാബ്, അതിന് ഉത്തരം, അമ്മ അല ഖൗലിന ഫലാഹിറുൻ, അത് നമ്മുടെ കൗല് പ്രകാരം ലാഹിറാണ്. വമ്മൽ മുഅ്തസിലത്തു, അത് നമ്മുടെ കൗല് പ്രകാരം പറ്റുന്നു, അപ്പം നമ്മുടെ മദ്ഹബ് പ്രകാരം അങ്ങനെ ഉണ്ടാകാം, കുഴപ്പമില്ല. പക്ഷേ വമ്മൽ മുഅ്തസില വിഭാഗം പറയും ഫഖദ് അജാബൽ കാബിയു, കാബി അതിന് മറുപടി കൊടുത്തു. എന്താണ് ജവാബ്? എന്താ ഉത്തരം? കുല്ലിയായ ജവാബാണ്. കാരണം ബിഅന്ന ഫിൽ മുക്കല്ലഫീങ്ങളിലുണ്ട് മൻ ഒരുത്തൻ യബോദു അനിൽ ഫിത്ന ഫത്വാനത്ത്, ബുദ്ധിയെ തൊട്ട് കൂർമ്മ ബുദ്ധി ഇല്ലാത്തവരുണ്ടാകും. അതൊക്കായി കൂർമ്മ ബുദ്ധി ഇല്ലാത്തവരുണ്ടാകും. വേഖ്തസുബിൽ ബലാദത്തി, അവനെന്താ വിഡ്ഢിത്തം, അതായത് ബുദ്ധിക്കുറവുള്ള ആളുണ്ടാകും. വാമത്ത് ബനി ഇസ്രായേൽ കാനു കദാരി, ബനു ഇസ്രായേലിൽ പൊതുവെ അങ്ങനെയുള്ള ആളുകളായിരുന്നു, ബുദ്ധി കുറഞ്ഞ ആളുകളായിരുന്നു. അപ്പോൾ ഫഹ്താജു ബി തംബിഹി, അപ്പോൾ അവരെ ഉണർത്താൻ ആവശ്യമായില്ല. മുആയിനത്തിൽ ആയാത്തിൽ ഇളാമി, വലിയ ദൃഷ്ടാന്തങ്ങളെ നേരിട്ട് കാണിക്കുന്നതിലേക്ക് ആവശ്യമായി. ഏതുപോലെ ഫൽഖിൽ ബാഹിരി, കടൽ പിളർത്തൽ, വറഫി തൂരി, മല ഉയർത്തൽ, വഹിയായിൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ കാണിച്ചു കൊടുത്തു. അലാ തറ, നീ കാണുന്നില്ല, അന്നഹും ബാദ താലിക്ക, അതിന് ശേഷവും അവർ മർറൂബി കൗമിൻ, അവർ ജനതയുടെ അടുക്കലൂടെ നടന്നുപോയി. യഖുഫൂൻ, അവർ സുജൂദ് ചെയ്യുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു ജനത്തിൻ്റെ അല അസ്നാമില്ലഹും, അവരുടെ ബിംബങ്ങളെ ആരാധിക്കുന്ന ഒരു ജനങ്ങളുടെ അടുക്കലൂടെ നടന്നുപോയപ്പോൾ ഫഖാല, അവർ ചോദിച്ചില്ലേ, യാ മൂസ ഇജഅലനാ ഇലാഹൻ കമാലഹും ആലിഹ, ഓ മൂസാ നബിയെ, ഞങ്ങൾക്കും നീ ഒരു ആരാധന ഉണ്ടാക്കി തരണം അവർക്കുണ്ടായതുപോലെ എന്ന് പറഞ്ഞില്ലേ. വാമൽ അറബു, അപ്പോൾ അറബികൾ ഫഹാലുഹും, അവരുടെ അവസ്ഥയാകുന്ന ബിഖിലാഫി ദാലിക, ഇതിനെതിരാണ്, ബനു ഇസ്രായേലർക്കെതിരാണ് അറബികളുടെ അവസ്ഥ. കാരണം ലിഅന്നഹു കാനൂ ഫി നിഹായത്തിൽ കമാലി ഫിൽ ഉഖൂൽ, അവർ അങ്ങേയറ്റത്തെ ബുദ്ധിയുടെ അങ്ങേയറ്റത്തിലായിരുന്നു, ഭയങ്കര ബുദ്ധിയുള്ള ആളുകളായിരുന്നു. ഫലാജറമ, അപ്പോൾ നിസംശയം ഇഖ്തസറല്ലാഹു, അപ്പോൾ അള്ളാഹു തആല ചുരുക്കിയതാണ് അവരോടുകൂടി അല ദലായിൽ ദഖീഖ, അത് ദഖീഖായ തെളിവുകളാണ്, നേർമയായ തെളിവുകൾ. വൽ മുജിസാത്തിൽ ലത്തീഫ, നേർമയായ മുജിസത്തുകളുടെ മേൽ അപ്പോൾ അവരുടെ മേൽ ചുരുക്കി. അല്ലാതെ മുഹമ്മദ് നബി സത്യം പറയുന്ന ആളാണ് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന തെളിവുകളൊന്നും കൂടുതൽ കൊണ്ടുവന്നിട്ടില്ല. ഖുർആൻ തന്നെയാണ് മുഹമ്മദ് നബിയുടെ സത്യത്തിനെ അറിയിക്കുന്ന തെളിവ്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ചിന്തിച്ചാലേ മനസ്സിലാകുള്ളൂ. മറ്റത് കണ്ട നേരിട്ട് കാണിക്കാറുണ്ടല്ലോ, മല പൊക്കി പിടിക്കലും മരിച്ചവരെ ജീവിപ്പിക്കലും
കടൽ പിളർത്തലുമെല്ലാം. ഇനി അസു ആലുസാനി രണ്ടാമത്തെ ചോദ്യം എന്താ? അന്ന ഫിർ ഔന ലമ്മാഷാദ ഫൽക്കൽ ബഹരി വ കാനാഖിലൻ. ഫിർ ഔനാകുന്നത് ലമ്മാഷാദ ഫൽക്കൽ ബഹരി, അയാൾ കടൽ പിളർന്നത് കണ്ടപ്പോൾ, വക്കാനാഖിലൻ അദ്ദേഹമാണെങ്കിൽ ബുദ്ധിമാനല്ലേ, അപ്പോൾ ഫലാബുദ്ധ അയ്യാലമ, അപ്പോൾ അവൻ കൂടാതെ കഴിയില്ല അയാൾ അറിയല് അന്നദാലികമാക്കാന മിൻ ഫീലിഹി, അത് അവൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, ബൽ ലാ ബുദ്ധ മിൻ ഖാദിരിൻ ആലിമിൻ മുഖാലിമിൻ സാരിൽ ഖാദിരിന, എങ്കിലും മറ്റു കഴിവുള്ളവരെ കൂടാതെ അറിവും കഴിവുമുള്ള മറ്റൊരാൾ വേണമെന്ന് അവനക്കറിയാമല്ലോ. അപ്പോൾ കൈഫ ബക്കിയാൽ കുഫ്രി മാതാലിക്, ഇതോടൊപ്പം അയാൾ എങ്ങനെ കുഫറിൽ ശേഷിച്ചത്? അപ്പോൾ അയാൾക്കും വിശ്വസിക്കാമായിരുന്നല്ലോ, അയാൾ നേരിട്ട് കണ്ടതല്ലേ ഇത്. ഫൈൻ കുൽത്തപ്പം നീ ചോദിച്ചാൽ, ഇന്നഹു കാൻ ആരിഫം ബി റബ്ബിഹി, അദ്ദേഹം റബ്ബിനെ കൊണ്ട് അറിഞ്ഞ ആളായിരുന്നു. ഇല്ലാ അന്നഹു കാന കാഫിറൻ അലാ സബിൽ ഇനാദി വൽ ജുഹൂദി, അദ്ദേഹം എന്താണ് മത്സരബുദ്ധിയോടെ നിഷേധിച്ചുകൊണ്ട് കാഫിറായതാണ്. അദ്ദേഹം റബ്ബുണ്ടെന്ന് അറിഞ്ഞിരുന്നു എന്ന് നീ പറഞ്ഞാൽ കുത്തു ഞാൻ പറയും, ഫൈദാറ ഫദാലിക ബി ഖൽബിഹി ഫകൈഫ ഇസ്തഹാറ തത്വീറ നഫ്സി ഫിൽ മഹലകതി വദഖുൽ ബഹരി, അപ്പോൾ ഇവൻ അറിഞ്ഞാൽ, അത് കൽബ് കൊണ്ട് അവൻ അത് അറിഞ്ഞാൽ, ഫകൈഫ ഇസ്തഹാറ, അപ്പോൾ എങ്ങനെയാണ് തൗരീത്ത നഫ്സിഹി അലൽ മഹൽ, നാശത്തിൻ്റെ മേൽ നഫ്സിനെ എന്ത് ചെയ്യുക, വീത്തൽ, വദഖുൽ ബഹരി കടലിൽ കടക്കലും, മാന്നൗ കാനഫി തിൽക സാത്തി, ഈ സമയത്ത് അയാൾ ആയതുപോലെയുണ്ട്, കൽ മുൽത്തറിൽ ഇൽമി വുജൂദി സാനി, സാനി ഉണ്ട് എന്ന്, അതായത് സൃഷ്ടാവ് ഉണ്ട് എന്നതുകൊണ്ടുള്ള എന്താണ് നിർബന്ധിത ഇൽമിലേക്ക് ആയതുപോലെയാണല്ലോ. വസദിക്ക് മൂസ അലൈഹി സ്വലാം, മൂസ അലൈഹി സ്വലാമിൻ്റെ സത്യത്തിലേക്കും സത്യം കൊണ്ടും അറിവിലേക്ക് നിർബന്ധമായവനെ പോലെ ആയല്ലോ എന്ന് പറയും, ഞാൻ പറയും. അപ്പോൾ അതവിടെ ഒരു സംശയമായിട്ട് തോന്നല്ലേ. ഇനി വൽ ജവാബന് ഉത്തരം ഹുബ്ബു ഷൈ, അവന് മറുപടി എന്താ? ഒരു വസ്തുവിനോടുള്ള ഇഷ്ടം യുമി, അത് അന്ധനാക്കും, വയുസിമു, അത് എന്ത് ചെയ്യും, ഒരു മനുഷ്യനെ ഒരു വസ്തുവിനോടുള്ള ഇഷ്ടം അന്ധനാക്കും എന്ന് പറഞ്ഞില്ലേ, അവനെ അന്ധനാക്കി കളയും. അപ്പോൾ ഫൗബുൽ ജാവ തൽബീസ, അപ്പോൾ അവൻ ഈ ജാഹും അവനെ ജാഹ്, അതായത് അവന് സ്ഥാനം ആഗ്രഹിച്ച സ്ഥാനം ഇഷ്ടപ്പെടൽ, ഹമൽ വലായിഖ് ഹാമിത്തിൽക്കൽ മഹലക്ക, അത് അവനെ പ്രേരിപ്പിച്ചതാണ്, ആ ആപത്തിലേക്ക് ചാടി വീഴലിൻ്റെ മേൽ അവനെ പ്രേരിപ്പിച്ചതാണ് എന്ന് പറയാം. കാരണം ഓരോന്നിനുള്ള ഇഷ്ടം മനുഷ്യനെ അന്ധനാക്കുന്നല്ലേ. അപ്പോൾ കണ്ണൊന്നും കാണാത്ത സ്ഥിതി പിന്നെയാണ് അത് മനസ്സിലാകുക. അതാ പറയുക ഹുബ്ബു ഷൈ ഒമി വയുസിമു എന്നല്ലേ, അതൊരു കായികമാണ്. നിവാമ്മ കൗലു തല, അള്ളാൻ്റെ കൗലു വാനത്തും തന്നുറു എന്ന് പറഞ്ഞു, നിങ്ങൾ തന്നെ അതിലേക്ക് നോക്കുന്നവരായ സ്ഥിതി, അത് ഫിഫവേ വുജുവൻ, അതിൽ പല വജുണ്ട്. അഹദ് ഒന്നാമത്തേത്, അന്നക്കും തറൗനൽ ഇൽത്താമ അംവാജിൽ ബഹരി ബി ഫിർഔന വ ഖൗമിഹി, നിങ്ങൾ കടലിൻ്റെ തിരമാലകൾ ഫിർഔനെയും അവൻ്റെ ജനതയിലേക്കുമായിട്ട് എന്ത് ചെയ്യുക, ഇൽത്താം എന്ന് വെച്ചാൽ കൂടിച്ചേരൽ അല്ലേ, ഇൽത്താം ഇന്തിബാക്കാണല്ലോ, ഇൽത്താമിനെ നിങ്ങൾ കണ്ടു എന്ന്. അപ്പോൾ സാനിയ രണ്ടാമത്തെ അന്ന കൗമ മൂസ അലൈഹി സ്വലാം സാലുവാൻ യുരിയഹുമുല്ലാഹു തആല ഹാലഹും, മൂസാ നബി അലൈഹി സ്വലാമിനോട് അവർ ചോദിച്ചിരുന്നു അവർക്ക് അള്ളാഹു അവരുടെ അവസ്ഥ കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ഫസാല മൂസ അലൈഹി സ്വലാം റബ്ബിനോട് ചോദിച്ചതാണ് അവർക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ഫലഫലഹുൽ ബഹറു അൽഫ അൽഫിൻ വമിയത്ത് അൽഫിൻ നഫ്സിൻ വ ഫിർഔനു മഅഹും, അപ്പോൾ കടൽ അവരെ തുപ്പി, അൽഫ അൽഫായിട്ട് 1000 വമിയത്ത് അൽഫിൻ, അപ്പോൾ 12 ലക്ഷം. ഫിർഔന് അവരോട് കൂടുണ്ടായി. ഫനദറു ഇലൈഹിം ത്വാഫീന, അപ്പോൾ അവരെ കണ്ടു, അവരവരിലേക്ക് നോക്കി. ഫൈനൽ ബഹർ അല്ലം യഖൽ വാഹിദ മിൻഹും ലിശൂമി കുഫ്രിഹിം വഹു ഖൗലു തആല, കണ്ട കടൽ എന്ത് ചെയ്ത് അവരിൽ നിന്ന് ഒരാളെയും സ്വീകരിച്ചില്ല, കാരണം അവരുടെ കുഫറിൻ്റെ അപലക്ഷണത്തിന് വേണ്ടിയിട്ട് കടലെ അവരെല്ലാം പുറത്തിട്ടു എന്നാ. അതാണ് ഫഹു ഖൗലു തആല, അല്ലാഹുവിൻ്റെ കൗല്, ഫൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, ഇന്നേ ദിവസം നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും, നിൻ്റെ ശരീരത്തെ, ലിതകൂന ലിമൻ ഖൽഫക, നിനക്ക് പിറകിലുള്ളവർക്ക് അത് ദൃഷ്ടാന്തമാകാം, തെളിവാകാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞില്ലേ. ഐ നുഖ്രിജുക മിൻ മളീഖിൽ ബഹരി ഇലാ സഅത്തിൽ ഖലാഇ ലിയറാകൻ നാസു, നിന്നെ ഞാൻ കടലിൻ്റെ കുടുസിൽ നിന്ന് ഞാൻ നിന്നെ പുറപ്പെടുവിക്കും, ഇലാ സഅത്തിൽ ഫലാഇ, ഫലായിൽ
ഫലായിലെ വിശാലതയിലേക്ക്, ഫലാ എന്ന് വെച്ചാൽ എന്തായിരിക്കും, മുറ്റത്തിൻ്റെ അല്ലെങ്കിൽ തീരത്തിൻ്റെ വിശാലതയിലേക്ക് നിന്നെ ജനങ്ങൾ കാണാൻ വേണ്ടി. വത്തക്കുന ഇബ്രത്തല്ലഹും, അത് അവർക്ക് പാഠമാകാൻ വേണ്ടി കിട്ടുമെന്നാണ്. ഇനി സാലിസ മൂന്നാമത്തേത് അന്നൽ മുറാദ ഉദ്ദേശം വാൻതും ബിൽ ഖുർബി മിൻഹും, നിങ്ങൾ അവനോട് അടുത്തിരിക്കല്ലേ, അവരോട് അടുത്തവരല്ലേ. ഐസു തുവാജിഹൂനഹും, നിങ്ങൾ അവരെ അഭിമുഖം കണ്ടതല്ലേ. വതുഖാബിലൂനഹും വൈങ്കാനു ലാ യറൗനഹും യവസാരിഹിം, നിങ്ങളവരെ നിങ്ങളുടെ ബസറുകളെ കൊണ്ട് കാണുന്നില്ലെങ്കിലും. കാലൽ ഫറാവ് പറഞ്ഞു ഓഹോ മിസ്ലു കൗലിക്ക, നിൻ്റെ കൗല് പോലെയാണ്. ലഖദ് ലറബ്തുക വഅഹ്ലുക യൻദുറൂന ഇലൈക, ഞാൻ നിന്നെ അടിച്ചു, നിൻ്റെ കുടുംബക്കാർ നിന്നിലേക്ക് നോക്കുന്നു. ഫമാ ഗാസൂക, അവർ നിന്നെ സഹായിച്ചില്ല. തഖൂലു ദാലിക, നീ അത് പറയും. ഇദാ ഖറബ അഹ്ലുഹു മിൻഹു, അവൻ്റെ കുടുംബം അവനോട് അടുത്താൽ. വൈൻകാനു ലാ യറൗനഹു, അവർ അവനെ കാണുന്നില്ലെങ്കിലും. വമാനാവ് റാജുൻ ഇലൽ ഇൽമി, അപ്പോൾ ഇവിടെ അർത്ഥം ഇൽമിലേക്ക്, അറിഞ്ഞു എന്ന അർത്ഥത്തിനാണ്, അവരറിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിലിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് തഫ്സീർ ഇബ്നു കസീർ നോക്കാം അടുത്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.